ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ടല്ല ശരിക്കും വന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആന്റി ഡാൻഡ്രഫ് സ്പാ ആണ് കേട്ടോ. നമ്മൾ ഈ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ 1000-1500 കൊടുത്ത് ചെയ്യുന്ന സ്പായ് നമുക്ക് വീട്ടിൽ അതേ എഫക്റ്റീവ്നെസ് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമല്ല കേട്ടോ ഞാൻ ഈ സ്പാ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മുടിയിൽ ബിൽഡപ്പ്, അതായത് നമ്മുടെ ആ ഒരു പൊടികളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ അത് ബിൽഡപ്പ് കൂടിയിട്ട് എൻ്റെ ഡാൻഡ്രഫ് കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഫക്റ്റീവായിട്ട് സ്പായിൽ ചെയ്യുന്ന അതേ ഇതിൽ റിസൾട്ടിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമുക്ക് തന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ എൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ടല്ല ഞാൻ വന്നത്. എൻ്റെ ഒരു വീക്ക്ലി റുട്ടീനിൽ ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം. എനിക്ക് ഡാൻഡ്രഫ് നല്ല പോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലാണ്. എൻ്റെ നേരത്തെ വീഡിയോസ് കമ്പയർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് നല്ല വണ്ണം വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു വെയിറ്റ് ലോസ് ജേർണി പ്ലസ് ഞാൻ വർക്ക്ഔട്ടും ചെയ്യുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻഡ്രഫ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡാൻഡ്രഫിനെ എങ്ങനെയാണ് ഞാൻ ഇതിന് മുമ്പ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു ക്വിക്ക് വീഡിയോ ആണ് ഇത്. അപ്പം നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന അതേ സംഭവം നമ്മൾ വീട്ടിൽ ചെയ്യുകയാണ്, അതും നമുക്ക് അഫോർഡബിൾ റേറ്റിൽ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ സ്പാ ഉണ്ട്, ആന്റി ഡാൻഡ്രഫ് ഹെയർ സ്പാ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കിത് ആദ്യം വേണ്ടത് ഒരു സ്പാ ക്രീമാണ് കേട്ടോ. ഇത് ഷെർസ്കോഫ് എന്ന് പറയുന്നതിന്റെ സ്പാ ക്രീമാണ്. എൻ്റെ ഡേ ഇൻ മൈ വ്ലോഗ് ലിങ്ക് തോന്നുന്നു ഇനിഷ്യലി ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഡേ ഇൻ മൈ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഈ സ്പാ ക്രീം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏതോ ഒരു യൂട്യൂബ് സ്റ്റോറിയിലും യൂട്യൂബ് ഫീൽഡിലാന്ന് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സ്പാ ക്രീം, അതായത് സ്പാ എസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലർ ചെയ്യുന്ന അതേ ക്രീമാണ് കേട്ടോ, ഷെർസ്കോഫ് എന്ന് പറഞ്ഞാൽ. ഇത് 500 ml 660 രൂപയാണ്. നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്നത് ഇതിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഷെർസ്കോഫിന്റെ തന്നെ ആന്റി ഡാൻഡ്രഫിന്റെ ഒരു സിറം ബോട്ടിലിൽ സിറം വരുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതല്ലാതെ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറെ പേരെങ്കിലും അറിയാമായിരിക്കും, നമ്മുടെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ, നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനും അണ്ടർ ആംസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടും ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ടും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പൊ ഞാൻ ഈ സിറത്തിലേക്ക് ഞാൻ ഈ ഗ്ലൈക്കോളിക് ആസിഡ് വെച്ചിട്ടാണ് ഞാനിന്ന് ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്കാൽപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റി ഡാൻഡ്രഫിന്റെ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ചെറുതായിട്ടൊരു ബ്രഷും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം മതി. ഞാൻ അല്ലാതെ DIY ടെക്നിക്ക് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ DIY ടെക്നീക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ പൊടി രൂപത്തിലായതുകൊണ്ട് ഞാൻ എത്ര കഴിയാലും എൻ്റെ മുടിയിൽ നിന്ന് പോയില്ല. എൻ്റെ ഒരു കേളി ഹെയർ, അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ പിരിപിരാതിരിക്കുന്ന മുടിയാണ്. അപ്പോൾ അത് എത്ര കഴുകിയാലും നമ്മുടെ ആ ഒരു പൊടി നമ്മുടെ ഹെയറിൽ നിന്ന് പോകത്തില്ല, അത് അവിടെ തന്നെ ബിൽഡ് ചെയ്തിരിക്കും. എഗൈൻ എനിക്ക് ഡാൻഡ്രഫ് കൂടിയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എഫക്റ്റീവ്നെസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷാമ്പൂ കൊണ്ട് നിങ്ങളത് കാണിക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സ്കാൽപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പൂ. ഇത് അത്യാവശ്യം ഈ സംഭവം തീരാറായിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഒന്ന് ഫാർമക്കോളജിക്കലി സജസ്റ്റ് ആണ്, അത് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഡെർമറ്റോളജിക്കലി സജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ് സ്കാൽപ്പി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെയായിട്ടും ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മന്ത്ലി വൺസ് എങ്കിലും നിങ്ങളൊരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ തലയിൽ നമുക്ക് ഡാൻഡ്രഫ് അല്ലാതെ കുറേ ബിൽഡപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കളയാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിലർക്ക് ഈ നെറ്റിയിൽ ഭയങ്കര കുരുക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ തലയിൽ നോക്കി കഴിയുന്ന സമയത്ത് ഓയിലി സ്കാൽപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊടി പോലെ വരുന്ന ഡാൻഡ്രഫ് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ മന്ത്ലി വൺസ് നമ്മൾ എന്തായാലും ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഇട്ട് കഴുകണം. നമുക്ക് തോന്നും ഡാൻഡ്രഫ് ഷാമ്പൂ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകുന്നത്, പക്ഷേ തെറ്റാണ്. അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നല്ലൊരു ബെസ്റ്റ് ബ്രാൻഡ് എന്ന് തന്നെ പറയും. ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിച്ചപ്പോൾ 306 ആണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് അളവിലാണ് നമ്മുടെ ആ ഒരു സിറം ആ സ്പാ ക്രീമിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാവേ. അപ്പം ഞാനത് നമ്മുടെ ഷെർസ്കോഫിന്റെ നമ്മുടെ സ്പാ ക്രീം ഞാൻ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ലെങ്ത്തിലും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്കാൽപ്പ് പ്ലസ് ഹെയർ ലെങ്ത്. എൻ്റെ ഹെയറിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ സ്പാ ക്രീം എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓർഡിനറിയുടെ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഹെയറിൽ യൂസ് ചെയ്യാം, നമുക്ക് സ്കാൽപ്പിൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്താ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിരിച്ചു തുറത്തേക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് രണ്ടിൻ്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 20 ml, അതായത് നമ്മുടെ ഹെയർ ലെങ്ത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങളിത് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു 20 ml ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ലെവലിൽ എടുക്കാതിരിക്കുക,
ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ഫുൾ ഹെയർ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻസും അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ തല ചൊറിയുന്നവരൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ സെറം ഇച്ചിരി എടുത്ത് തലയിൽ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം സ്പാ ക്രീമിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് തല ഫുൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെ തലയും കൂടെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം നമുക്കിത് നന്നായിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഞാനത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് തേക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ് നമ്മൾ എടുക്കുന്നത്. ഇതിലേലും കുഴപ്പമില്ല, ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ട് നമുക്കിത് സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓരോ ഡിവിഷനായിട്ട് സ്കാൽപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് വരത്തില്ല. ഈ ക്രീം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ തലയിൽ കുറച്ചും കൂടെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിൽ അത് വരും കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇവിടെ നമുക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവേ. അപ്പം ഓരോരോ ഡിവിഷനായിട്ട് ഞാനിങ്ങനെ ഇത് ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ സ്ഥലത്തും നമ്മളിത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ഹെഡ് മസാജറോ അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം കംപ്ലീറ്റ് സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഹെയറിൽ തേച്ച് പിടിപ്പിക്കുന്നത്. ഇവിടെ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടാണിത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ സ്കാൽപ്പ് ഫുള്ള് ഇതിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. സ്കാൽപ്പും ഹെയറിലും കൂടെ നിങ്ങൾ ഹെയറിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യാം, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഹെയർ ലോസ് അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഡാൻഡ്രഫിന് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ സ്കാൽപ്പ് എൻ്റെ ഹെയർ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് വരാം. ഗൈസ്, അപ്പൊ ഞാൻ ഉണ്ണിക്കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല ചപ്പാത്തി പരത്തിയതിൽ എൻ്റെ തലയിൽ പായിട്ടുണ്ട്. ഞാൻ സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് നമ്മുടെ ആ ഒരു സ്പാ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പാർലറെ പോലത്തെ ഒരു ആന്റി ഡാൻഡ്രഫ് ഹെയർ സ്പാ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി എനിക്ക് നെക്സ്റ്റ് വേണ്ട സാധനം ഈ ഒരു ഹെഡ് മസാജർ, അത് നമ്മുടെ സ്കാൽപ്പ് മസാജർ ആണ് കേട്ടോ. അപ്പൊ ഇതില്ലാന്നുള്ളവർക്ക് നമുക്ക് കൈ കൊണ്ട് തന്നെ മസാജ് ചെയ്യാം. പക്ഷെ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ നന്നായിട്ട് നിന്ന് സ്കാൽപ്പിൽ മസാജ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് മസാജ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി പറഞ്ഞു വരത്തില്ല കേട്ടോ. അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു സ്പാ ക്രീം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഒരു ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിൽ, നിങ്ങളുടെ സ്കാൽപ്പിൽ ഓയിൽ പാടില്ല. അഥവാ ഓയിൽ ഉണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം, അല്ലെങ്കിൽ വാഷ് ചെയ്താൽ മാത്രം മതി. സ്കാൽപ്പ് വെറ്റാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് മാത്രം ഞാൻ ഈ കാണിച്ച ടെക്നിക്ക് ചെയ്താലേ അത് എഫക്റ്റീവ് ആവത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയാ, മന്ത്ലി വൺസ് ഒക്കെ ചെയ്താലും മതി. ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവർ വീക്ക്ലി വൺസ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒരു ആന്റി ഡാൻഡ്രഫിന്റെ എന്താ പറയുക ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാം. അത് മന്ത്ലി വൺസ് ഒക്കെ മതി, അല്ലെങ്കിൽ 3 വീക്സ് കൂടുമ്പോൾ മതി നമ്മുടെ ഒരു ഷാമ്പു ഇട്ട്, അതായത് ആന്റി ഡാൻഡ്രഫിന് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്തൊരു എന്തെങ്കിലും ഒരു ഷാമ്പു വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു 10 to 15 മിനിറ്റ്സ് മാത്രം മസാജ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഹോട്ട് തെറാപ്പി ആണ്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 3 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചത് അടിപൊളി സാധനമാണ്. ഇപ്പൊ തന്നെ ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അതായത് നമ്മള് സലൂണിലൊക്കെ പോകുമ്പോൾ നമ്മുടെ തലയിൽ ആ ഒരു ബൾബ് പോലത്തെ ആ ഒരു വട്ടം പോലത്തെ സാധനം വെക്കത്തില്ല. അതായത് നമ്മുടെ ആവി ഇങ്ങനെ തലയിൽ കൊള്ളിക്കത്തില്ലേ, നന്നായിട്ട് നമ്മുടെ പോസ് ഒക്കെ ഓപ്പൺ ആകാനായിട്ട്, നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ തലയിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് പ്ലഗിൽ കുത്തിയിട്ട് നമ്മൾ ഓൺ ആക്കും. അപ്പൊ നമുക്ക് നന്നായിട്ട് ചൂട് കിട്ടും നമ്മുടെ തലയ്ക്ക്. അപ്പൊ അതൊരു 10-15 മിനിറ്റ് വരെ നമ്മൾ വെച്ചിട്ട് നമ്മൾ നേരെ ഷാമ്പു ഇട്ട് ഞാൻ വാഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാവേ. അപ്പൊ ഞാനിവിടെ ഹോട്ട് എയർ തെറാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് അത്രയ്ക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ മീഷോയിലൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിൽ, ആമസോണിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ സ്കാൽപ്പ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ 10 to 15 മിനിറ്റ്സ് മാത്രം ഇത് വെച്ചാൽ മതി. ഇനി ഇത് വെക്കാൻ ഓപ്ഷൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ ടർക്കി ഉണ്ടല്ലോ, ടർക്കി നമ്മളെ ഒരു നല്ലൊരു തിളച്ച വെള്ളത്തിലല്ല, അത്യാവശ്യം ഒരു ചൂട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് നമുക്കത് തലയിൽ കെട്ടി വെക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആവി ഇറങ്ങിയാലും ഇതേ റിസൾട്ട് തന്നെയാണ്. ഇതുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലാത്തവർക്കുണ്ടെങ്കിൽ ടർക്കി പോലത്തെ സാധനങ്ങൾ നമുക്ക് അങ്ങനെ കവർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ ആന്റി ഡാൻഡ്രഫ് സ്പാ ട്രീറ്റ്മെന്റ് റിസൾട്ട് കാണിക്കാൻ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വെറ്റ് ഹെയറിൽ കാണിക്കാത്തത്, വെറ്റ് ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഡ്രൈ ഹെയറിൽ നമുക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഹെയർ സ്പായുടെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പൊ നിങ്ങൾ അടുത്ത് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എത്രത്തോളം നല്ല റിസൾട്ടാണ് 1 ടൈം യൂസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്.
ഒന്നാമത്തെ കാര്യം നമ്മളൊരു സ്പാ ആണ് വേണ്ടി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ആന്റി ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഗൈക്കോളിക് ആസിഡ് ചേർത്തത് മാത്രമേ ഉള്ളൂ. ഞാൻ DIYs കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഈ വേർഷൻ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് DIYs ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ളതാണ് വേണമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുകൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.